വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ. ഇന്ന് നമുക്ക് യോഗേട്ട് ഉപയോഗിച്ച് ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. യോഗേട്ട് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, സാധാരണ തൈര് എടുത്താലും മതി. തൈരാണ് എടുക്കുന്നതെങ്കിൽ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയണം. എല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അവസാനത്തേക്ക് വെച്ചാൽ നിങ്ങളത് ചിലപ്പോൾ മറന്നു പോകും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുത്തെത്താൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ സ്വീറ്റായ ഒരു പുഡിംഗ് അല്ല. ലസ്സിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ഇതിലേക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ തൈരാണെങ്കിൽ നമുക്ക് വെള്ളം ഊറ്റിയിട്ട് എടുക്കണം. ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇവയാണ് മറ്റ് ചേരുവകൾ. തൈരിലേക്ക് നമുക്ക് ഓരോ ചേരുവകളായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. പാൽപ്പൊടിയാണ് ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം. കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. നേരിയൊരു പുളിയോട് കൂടിയുള്ള മധുരമാണ് നമ്മുടെ പുഡിങ്ങിന് വേണ്ടത്. അതുകൊണ്ടാണ് പഞ്ചസാര ഒഴിവാക്കാൻ പറഞ്ഞത്. തൈരായതുകൊണ്ട് തന്നെ ഈ ചേരുവകളെല്ലാം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ സാധിക്കും, കട്ട പിടിക്കുകയില്ല. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. സാധാരണ പുഡിങ്ങുകൾക്കൊക്കെ നമുക്ക് ഒരുപാട് മധുരം വേണം, പക്ഷേ ഈ പുഡിങ്ങിന് നേരിയൊരു മധുരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. ഞാനിപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റായൊരു പുഡിങ്ങാണ്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ചെറിയൊരു തിക്നെസ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിക്കാത്ത പാലാണ്. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ ആവിയിൽ വെച്ചാണ് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എണ്ണമയം ചേർത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി കുറച്ച് വലിയ പാത്രത്തിലാണ് ഇത് വെക്കാൻ പോകുന്നത്. പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒരു തട്ടുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. സാധാരണ ഇത് കുക്കാവാൻ 20 മിനിറ്റ് സമയം മതി. ഇത് കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് കുറച്ചുകൂടി അധികം സമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഞാനിവിടെ ഇതിന് കറക്റ്റായ ഒരു മൂടി വെച്ച് പാത്രം അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് നോക്കുകയാണ് കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സ്പൂണിലിത് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ ഈ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റായ ഒരു പരുവത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് തണുത്ത് വരുന്നതിനനുസരിച്ച് കുറച്ചുകൂടി തിക്കായിട്ട് വരും. പുഡിങ് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ ഭംഗിക്ക് വേണ്ടി കുറച്ച് ബദാം ചെറുതായിട്ട് മുറിച്ച് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം അലങ്കാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം തന്നെ ഈ പുഡിങ് കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല സ്വാദുണ്ട്. സാധാരണ ഒരു ചായക്ക് ഇടുന്ന മധുരമേ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ധൈര്യമായിട്ട് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.